എന്താ പേര്? റീന. എവിടുന്ന് വരുന്നു? കൊല്ലത്തുനിന്ന് വരിക അല്ലേ? എത്ര കാലമായി കോളർ ഇങ്ങനെ വെക്കുന്നു? 5 വർഷമായി. 5 വർഷമായി. എന്താണ് കഴുത്തിന്? ഡിസ്കിന് അകൽച്ചയായി. കഴുത്തിന്റെ പെടലി നേരെ വയ്ക്കാൻ പറ്റത്തില്ല, കോളർ എടുത്തായിരുന്നു. അപ്പോൾ കഴുത്ത് താന്നു പോവോ? വളഞ്ഞു പോകും. പെടലി വളഞ്ഞു പോകും. പെടലി വളഞ്ഞു പോകും. ഇങ്ങനെ കിടന്ന് പെടലി കിടന്നിങ്ങനെ അടിക്കും. കാൽമുട്ടിനും വേദനയുണ്ടല്ലോ. പ്രാർത്ഥിക്കാം. ഡോക്ടർ എന്താ പറഞ്ഞിരിക്കുന്നത്? കോളർ ഇടണമെന്ന് പറയാം. എല്ലാ മരുന്ന് വേദനയുടെ കഴിക്കുമ്പോൾ അന്നേരത്തേക്കുള്ള സുഖം കാണും, പിന്നെ ഇങ്ങനെ ആകും. അതായത് ചേച്ചിക്ക് കഴുത്തിന് ബലമില്ല, കഴുത്തിങ്ങനെ പോകുന്നതാണ് ഈ കോളർ എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരവസ്ഥയാണ് പറയുന്നത്. 5 വർഷമായി പ്രയാസം അല്ലേ? നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? യേശു സൗഖ്യം തരുമോ? അതുകൊണ്ടാണ് ഞാൻ വന്നത്. ചേച്ചിക്ക് നല്ല വിശ്വാസമുണ്ട്. അങ്ങനെയാണ് കൊല്ലത്തുനിന്ന് ഇവിടെ ധ്യാനത്തിന് വന്നിരിക്കുന്നത്. ഈ ചേച്ചി ഇവിടുന്ന് സൗഖ്യം പ്രാപിച്ച് ഇറങ്ങിപ്പോകും. ഉറപ്പാണ്. ഇപ്പോൾ ഇവിടുന്ന് സൗഖ്യം പ്രാപിച്ചേ പോകത്തുള്ളൂ. നിങ്ങൾ എല്ലാവരും ഒന്ന് കരമെത്തി പിടിച്ച് ഈ ചേച്ചിക്ക് വേണ്ടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്. ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോവാ. യേശുവിനെ സ്തുതിച്ച്, യേശുവേ എന്നോട് കരുണയാകണമേ, എനിക്ക് സൗഖ്യം തരണമേ. സ്തുതിച്ച് എന്ന് കണ്ണടച്ച് സ്തുതിച്ചു. ഹല്ലേലൂയ. യേശുവിൻ്റെ അധികാരനാമത്തിൽ കൽപ്പിക്കുന്നു, രോഗത്താൽ ഇവളെ ബന്ധിച്ചിരിക്കുന്ന പൈശാചിക ദുരാത്മാവ് വിട്ടൊഴിയട്ടെ. രോഗദുരാത്മാക്കൾ ഈ ശരീരത്തെ വിട്ടുമാറട്ടെ. മനസ്സിൻ്റെ മേൽ, ശരീരത്തിൻ്റെ മേൽ, ആത്മാവിൻ്റെ മേൽ പ്രവർത്തിക്കുന്ന സകല പൈശാചിക രോഗാത്മാക്കളെയും ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കഴുത്തല്ലുകൾ യഥാസ്ഥാനത്താവട്ടെ, നട്ടല് യഥാസ്ഥാനപ്പെടട്ടെ. അകന്നുപോയ കഴുത്തല്ലുകൾ ബലം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കഴുത്തിൻ്റെ ഞരമ്പുകൾ ബലം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കണ്ണ് ഞരമ്പുകൾ ശക്തി പ്രാപിക്കട്ടെ. തലയുടെ വിറയിൽ നിൽക്കട്ടെ. കഴുത്ത് ബലം പ്രാപിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൈവശക്തി കടന്നു പോവട്ടെ, ദൈവശക്തി കടന്നു പോവട്ടെ, കർത്താവിൻ്റെ ശക്തി കടന്നു പോവട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശക്തി കടന്നു പോവട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. സകല തിന്മയുടെ ആത്മാക്കളെ ബന്ധിക്കുന്നു. Mighty deliverance happen in the name of Jesus. Hallelujah. Hallelujah. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ ശക്തി ഈ മകളിലൂടെ വ്യാപരിക്കുകയാണ്. നമ്മൾ കേട്ടു, കഴുത്തിന് തലനേരെ നിൽക്കത്തില്ല, വിറയിലാണ്. 5 വർഷമായിട്ട് കോളറിട്ടിരിക്കുന്നു. ഈ മകള് ഇവിടെ ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ അഭിഷേകത്തിൽ വീണതാണ്. ഇത് അനോയിൻറ്റിംഗ് ആണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കടന്നു പോവുകയാണ്. അഭിഷേകത്തിൽ വീണ് ഇവിടെ കിടക്കുകയാണ്. ചിലപ്പോൾ കുറേ സമയം കിടക്കും, എഴുന്നേറ്റ് വരുമ്പോൾ പൂർണ്ണ സൗഖ്യമായിരിക്കും. ഈ ഒരു അനോയിൻറ്റിങ്ങിലേക്ക് ആരെങ്കിലും വീണ് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത്, ആ വ്യക്തിക്ക് ശക്തമായ പൈശാചിക ശക്തിയിൽ നിന്നുള്ള ഡെലിവറൻസ് 1. 2, ഇന്നർ ഹീലിംഗ്, മനസ്സിൻ്റെ തലങ്ങളിൽ ശക്തമായ ഹീലിംഗ് കർത്താവ് കൊടുക്കുന്നു. അടുത്തത് ഫിസിക്കൽ ഹീലിംഗ്, ശാരീരികമായിട്ടുള്ള രോഗങ്ങൾക്ക് അത്ഭുത സൗഖ്യം കർത്താവ് നൽകുക. ഇത് ഒരു സ്ലൈയിങ് ഇൻ ദ സ്പിരിറ്റ് എന്ന് പറയും. ആത്മാവിൻ്റെ അനോയിൻറ്റിങ്ങിൽ ഒരു വ്യക്തി ആളിങ്ങനെ അഭിഷേകത്തിൽ വീഴുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കർത്താവ് സംഭവിക്കും. ഇവിടെ ഇരിക്കുന്ന ഏത് വ്യക്തിയും അഭിഷേകം ആഗ്രഹിക്കുന്നു, ആ വ്യക്തിന് മേൽ ഈ അഭിഷേകം വ്യാപരിക്കും. അനോയിൻറ്റിങ്ങിൽ ഒരു വ്യക്തി വീണ് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വേറൊരു വലിയ ചേഞ്ച് സംഭവിക്കും. ഡെലിവറൻസ് നടക്കും. ആ വ്യക്തി ഒരു പുതിയ വ്യക്തിയായിട്ട് മാറും. വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരമുയർത്തി നമുക്ക് കർത്താവ് നന്ദി പറയാം. കർത്താവെ നന്ദി പറയുന്നു, ഈശോയെ നന്ദി പറയുന്നു. കർത്താവെ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അത്ഭുതകരമായ ഈ മകൾക്ക് നൽകിയ വിടുതലിന് നന്ദി പറയുന്നു. ഈ മകൾ സൗഖ്യം പ്രാപിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവിൻ്റെ ശക്തി മകളിലൂടെ കടന്നു പോവട്ടെ. ദൈവശക്തി കടന്നു പോവട്ടെ, ദൈവശക്തി കടന്നു പോവട്ടെ, ദൈവശക്തി കടന്നു പോവട്ടെ.
അകന്നുപോയ കഴുത്തല്ലുകൾ നട്ടല് യഥാസ്ഥാനപ്പെടട്ടെ. The name of Jesus, the name of Jesus. Hallelujah, hallelujah. ഒന്ന് പിടിച്ചു. എണീറ്റോ? ധൈര്യമായിട്ട് കോളർ എടുത്തോ. കഴുത്ത് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചോ. ഹല്ലേലൂയ. മുന്നോട്ട് വെച്ച്, കഴുത്ത് മുന്നോട്ട് വെച്ച്, പുറകോട്ട് വെച്ച്, പുറകോട്ട് വെച്ച്, വട്ടം തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച്. കഴുത്ത് നേരെയാണോ? കഴുത്ത് നേരെയാണിപ്പോൾ. കഴുത്ത് ചരിഞ്ഞു പോകുന്നുണ്ടോ? ഇല്ല. കഴുത്ത് ബലമായോ? വേദനയുണ്ടോ? വേദനയില്ല. 5 വർഷമായിട്ട് ഉപയോഗിക്കുന്ന കോളറായി സഹോദരി. കോളർ എടുത്തു കഴിഞ്ഞാൽ കഴുത്ത് നേരെ നിൽക്കത്തില്ലെന്നായി മകള് പറഞ്ഞത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി മകളിലേക്ക് ഒഴുകിതാൻ. യേശു ഇന്നും ജീവിക്കുന്നു. അവന്റെ ശക്തിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ. ചേച്ചി സന്തോഷമായോ? ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചെന്ന് പറയാമോ? അന്നേരം എൻ്റെ ദേഹത്ത് രണ്ട് വെള്ളം വീഴുന്നത് പോലെ ഇങ്ങനെ തോന്നുന്നു. പവർ വന്നിട്ട് പറയുന്നത് കേട്ടോ ഈ സഹോദരി, വലിയൊരു ശക്തി കടന്നുപോയി. അത് തടഞ്ഞു നിർത്താൻ പറ്റിയില്ല. അഭിഷേകത്തിൽ നിലംപതിച്ചു. ഹല്ലേലൂയ. കഴുത്തൊക്കെ ഒന്ന് തിരിച്ചു കാണിച്ച് എല്ലാം മിടിക്കുകയല്ലോ. വന്നാൽ എൻ്റെ പെടല് സുഖമാവുന്നറിയാം. അങ്ങനെ വലിയ വിശ്വാസത്തില് സന്തോഷത്തിലാണ്. ചേച്ചിയുടെ പേരെന്താ? റീന. കല്യാണം കഴിച്ചാണോ? മക്കളൊക്കെ എത്ര പേരാ? ഒരു മോനും ഒരു മോളും ഉണ്ട്. അവരൊക്കെ ഉണ്ടോ? എവിടെ ഉണ്ട്? എന്തി മോളെന്തി? ഒന്ന് എണീറ്റ മോളെ. അമ്മയ്ക്ക് സൗഖ്യം കിട്ടിയത് കണ്ടോ? മോളുടെ പേരെന്താ? അൽഫോൻസ. കൊച്ചു കരയാണ്. കരയായിരുന്നിരുന്നു. അമ്മ പറഞ്ഞൊക്കെ സത്യമായിരുന്നോ? സത്യമായിരുന്നല്ലേ? അമ്മ പറഞ്ഞൊക്കെ സത്യമായിരുന്നു. ഉണ്ടോ? മോള് കൊണ്ട് കൂടെ നിന്റെ കണ്ണൊക്കെ എന്നെ നിറഞ്ഞിരിക്കുന്നു. സന്തോഷം കൊണ്ടാണ്. ഉണ്ടോ? ഓരോ സൗഖ്യവും കർത്താവിൻ്റെ സ്നേഹമാണ്, കരുണയാണ്.